ഈ മാസം 22-ന് പ്രഖ്യാപിച്ച പ്രൈവറ്റ് ബസ് സമരവുമായി ഒരു വിഭാഗം ബസ് ഉടമകൾ മുന്നോട്ട്. സമരവുമായി മുന്നോട്ടു പോകാൻ 3 സംഘടനകളാണ് തീരുമാനിച്ചത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംഘടനകൾക്കിടയിലെ ഭിന്നത പുറത്തുവരികയായിരുന്നു. പ്രധാനപ്പെട്ട 5 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന 3 പ്രധാനപ്പെട്ട സംഘടനകളാണ് സർക്കാരിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 5 ഡിമാൻഡുകളിൽ 3 ഡിമാൻഡുകളെ സംബന്ധിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഗതാഗത വകുപ്പ് മന്ത്രിന്റെ ഭാഗത്തുനിന്നോ യാതൊരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ മെയിൻ പ്രശ്നം ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാതെ, പെർമിറ്റിന്റെ വിഷയം അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലങ്ങളായിട്ട് സർക്കാരിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള നോട്ടീസുകൾ പെൻഡിങ് നിൽക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നും തന്നെ ബഹുമാനപ്പെട്ട ചർച്ച, ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചർച്ച വളരെ ആശാവഹമായിരുന്നു എന്ന് പറയാൻ കഴിയും. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്നും തന്നെ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ 1 രൂപയ്ക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം 99% കാര്യങ്ങളും ചർച്ചയിൽ പരിഹരിക്കപ്പെട്ടെന്നാണ് ബസ് ഉടമകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അവകാശപ്പെട്ടത്. വിദ്യാർത്ഥി കൺസെഷൻ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. 40 കിലോമീറ്റർ ദൂരം പെർമിറ്റ് പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് ഉടമകൾ 22-ാം തീയതി മുതൽ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നത്, സൂചനാ സമരം അവർ നടത്തി. അതിനുശേഷം ഒരു സമരത്തിലേക്ക് അവർ പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അവരെ സമരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവരോട് സംസാരിക്കണം, അതാണ് അതിൻ്റെ മര്യാദ എന്നുള്ളതുകൊണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു. ഏതാണ്ട് 99% കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട 1-2 കാര്യങ്ങളിലാണ് തർക്കം ബാക്കി നിൽക്കുന്നത്. 140 കിലോമീറ്റർ വണ്ടി ഓടുന്നതായൊരു പെർമിറ്റിൻ്റെ പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. എനിക്ക് മന്ത്രി എന്ന നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു. കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം 99% കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു. അതിന് ചർച്ച നല്ല നിലയിൽ നടന്നു. ഇനിയും ചർച്ച ചെയ്യും. നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ, കുഴപ്പമില്ല. ഗതാഗത വകുപ്പിന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം കോടതി റദ്ദാക്കി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഹർജികളിലാണ് ഹൈക്കോടതി നടപടി. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സർക്കാരിനെതിരല്ല എന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി തടഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക്, ദിവസം 40 ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രം എന്നീ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചു. ഇലക്ട്രിക്, ഓട്ടോമാറ്റിക് ഗിയർ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഹാൻഡ് ഗിയർ ഇടാം എന്നാണ് കോടതി പറയുന്നത്. പിന്നെ 15 ഇയർ കുറഞ്ഞ വണ്ടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ 15 ഇയർ ഓൾറെഡി 15 ഇയർ അല്ലല്ലോ, ഇപ്പോൾ 22-20 വർഷമായി കൊടുത്തല്ലോ നേരത്തെ തന്നെ. അതിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ 15 വർഷം കഴിഞ്ഞ വണ്ടി ഉപയോഗിച്ചാൽ അന്ന് ചർച്ചയിൽ തന്നെ തീരുമാനിച്ച് നമ്മൾ വിട്ട കാര്യമാണ്. പിന്നെ ഇലക്ട്രിക് ബൈക്കുകൾ ഉപയോഗിച്ചും ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ളത്. മാനുവൽ വേണം എന്നുള്ളത് നിർബന്ധമല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അതർവൈസ് ബാക്കി കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ട്രാക്കിന്റെ കാര്യം, സൈഡ് ട്രാക്കിംഗ് അടക്കമുള്ള പുതിയ ട്രാക്ക് സംവിധാനങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ 40 സെറ്റേഴ്സിൽ കൂടെ ഒരു ദിവസം കൊടുക്കണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് ഇവരിപ്പോഴും ആവശ്യപ്പെടുന്നറിയാം, പോസ്റ്റൽ വഴി ഡ്രൈവിംഗ് പഠിച്ചവരെ ഇതിനകത്ത് വയ്ക്കണമെന്നാണ്. അതാണ് ആവശ്യം. അത് വേണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി വിധി സർക്കാരിനെതിരല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ചില കാര്യങ്ങൾ കോടതി അത് ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒഴിവാക്കി കൊടുക്കും. അതിലെന്താ തെറ്റെന്താ? ന്യായമായ കാര്യം കോടതി പറഞ്ഞ് ബഹുമാനപൂർവ്വം അനുസരിക്കുമല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ മാസം 9-ന് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ ദേശീയ പണിമുടക്കിലെ അക്രമങ്ങളെ തള്ളിപ്പറഞ്ഞ് ഗതാഗത മന്ത്രി. മനുഷ്യനെ വഴിതടഞ്ഞും കടകൾ നിർബന്ധമായി അടപ്പിച്ചുമുള്ള സമരത്തിനോട് തന്റെ പാർട്ടിക്ക് യോജിപ്പില്ലെന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഞാനെന്ന മന്ത്രി എന്ന നിലയിൽ നാളെ KSRTC ബസ് ഓടിക്കത്തില്ല എന്ന് പറയാൻ ഭരണഘടനാപരമായി അധികാരം ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ ഒരാൾക്ക് പറ്റത്തില്ല. ഓടിക്കാൻ തന്നെ ശ്രമിക്കണം. നാളെ ആരെങ്കിലും ഒരു കേസിന് പോയി ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഓടിക്കാത്തത്?
ഞാൻ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ മാനേജ്മെന്റ് പരിശ്രമിച്ചു, കഴിഞ്ഞില്ല. തൊഴിലാളി വന്നില്ല, നമ്മളങ്ങനെ ഓടിക്കുന്നത്. LDF-ലുള്ള ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുണ്ട്. എൻ്റെ നിലപാട്, എൻ്റെ പാർട്ടിയുടെ നിലപാട്, ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഹർത്താലുകളും ബന്ധുകളും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതിനോട് ഞങ്ങൾ യോജിക്കാൻ കഴിയത്തില്ല. അത് പറയാതിരിക്കുന്നില്ല, ആർക്കും മറുപടിയല്ല. ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എൻ്റെ പാർട്ടിയെ നയിക്കുന്ന ആളെന്നുള്ളതിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. മനുഷ്യനെ വഴി തടഞ്ഞു, ബലം പ്രയോഗിച്ചും യാത്ര തടസ്സപ്പെടുത്തിയും വ്യാപാരികളെ കടയടച്ചുമുള്ള സമരത്തോട് കേരള കോൺഗ്രസ് B എന്ന പാർട്ടിക്ക് യോജിപ്പില്ല.